മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുഞ്ഞും മഹിയും കണ്ണനും കൂടി ഒരു ദിവസം കമലേശ്വരത്ത് താമസിച്ചതിന് ശേഷം തിരിച്ചു പോകാൻ ഒരുങ്ങിയാണ്. അങ്ങനെ ദുർഗയാണെങ്കിൽ അവരെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ യാത്ര അയക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ ഇത് കാണുമ്പോഴേക്കും വളരെ സന്തോഷമാകുന്നു. ഇനി കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള നാളുകളായിരിക്കുമല്ലോ മഹിയുടെ എന്നോർത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് കരുണ. പക്ഷേ കരുണയുടെ ഈ നോട്ടം മഞ്ജുവും ദുർഗയും കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ആകെ വല്ലാതെ ഭയപ്പെട്ടു പോവുകയാണ് കരുണ പെട്ടെന്ന് തന്നെ അവരുടെ മുന്നിൽ നിന്നും മാഞ്ഞു പോകുകയാണ്. കരുണയെ ഒരു വല്ലാത്ത നോട്ടത്തിൽ തന്നെ മഞ്ജു ആണെങ്കിൽ നോക്കുന്നുണ്ട്. മഞ്ജുവിൻ്റെ ഈ നോട്ടം കാണുന്നതും കരുണ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, നോക്കമ്മേ, അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ ദുഷ്ടചിന്തയുള്ളത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെയെല്ലാം ശ്രദ്ധിക്കുന്നത്. അതിൽ അമ്മയും കൂടെ കൂട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നെല്ലാം ദുർഗയോടായിട്ട് മഞ്ജു പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, മോളെ, നീ എന്നെ ഇങ്ങനെ സംശയിക്കരുത്. എനിക്ക് ആ പ്രതാപനെ കാണുന്നത് പോലെ തന്നെയാണ് അവളെയും. ഈ ലോകത്ത് ഞാൻ അവളെ വെറുക്കുന്നത് പോലെ വേറെ ആരും വെറുക്കുന്നില്ല എന്നെല്ലാം പറയുമ്പോഴേക്കും മഞ്ജുവിന് ചെറിയൊരു വിശ്വാസമെല്ലാം വരുന്നുണ്ട് അമ്മയുടെ മേൽ. പിന്നീട് കുഞ്ഞിനെയും മഹിയെയും ഒന്നും കാണാതെയായിട്ട് ലേഖയ്ക്കാണെങ്കിൽ ആകെ അസ്വസ്ഥതയാകുന്നുണ്ട്. ലേഖയാണെങ്കിൽ വല്ലാത്ത ഒരു വിഷമത്തിൽ തന്നെ നിൽക്കുന്നു. അപ്പോഴേക്കും അനന്ത് പറയുന്നുണ്ട്, താൻ ഇങ്ങനെ വിഷമിക്കാതെടോ, അവരിപ്പോൾ തന്നെ ഇങ്ങോട്ട് വരില്ലേ എന്ന് പറയുന്ന സമയത്ത് കണ്ണനും മഹിയും കുഞ്ഞും അങ്ങോട്ട് വരുന്നു. ഇത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഓടി വരികയാണ് ലേഖയും അനന്തവും. അങ്ങനെ ലേഖ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മഹി അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് കാറിൻ്റെ. അപ്പോഴേക്കും ലേഖ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. അതേസമയം അനന്തുവാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ, ഞാൻ ഇത്ര നേരം ആയിട്ട് ഇവളെ സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ കാണാഞ്ഞിട്ട് ഇവൾക്ക് എന്തൊരു അസ്വസ്ഥതയായിരുന്നു എന്നറിയുമോ എന്നെല്ലാം പറയുമ്പോഴേക്കും ലേഖ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ആളുകളുടെ അടുത്തോട്ടല്ലേ നിങ്ങൾ പോയിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഒരു സമാധാനം കിട്ടുക എന്നെല്ലാം പറയുന്നു. അതേസമയം മഹി പറയുന്നുണ്ട്, നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, അമ്മ ഇപ്പോൾ നല്ല സ്നേഹമുള്ള ആളാണ്. അമ്മയ്ക്ക് കുഞ്ഞിനെ കണ്ടപ്പോഴേക്കും കരച്ചിൽ വന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊക്കെ അവരുടെ അഭിനയമാണെന്നും അവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നെല്ലാം ലേഖ പറയുന്നു. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, നീ ഒന്നും വിഷമിക്കേണ്ട, ഞങ്ങൾ ഓഫീസിലോട്ട് പോകുമ്പോഴേക്കും നിൻ്റെ കയ്യിൽ കുഞ്ഞിനെ തന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഓഫീസിലോട്ടാണ് പോകുന്നതെന്നെല്ലാം പറയുമ്പോൾ ലേഖയ്ക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാകുന്നു. അങ്ങനെ ഓഫീസിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അനന്തുവാണെങ്കിൽ ഞാനിവിടെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്, രണ്ടുപേരും ഇതിലാടിയിട്ട് പോയാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും ഊഞ്ഞാലിലാട്ടാനായിട്ട് ചെല്ലുന്നു. അതേസമയം അങ്ങോട്ടേക്ക് കുഞ്ഞിനെയും കൊണ്ട് ലേഖയും ചെല്ലുന്നു. എന്നിട്ട് ലേഖ പറയുന്നുണ്ട്, ഓണം കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിനെയും കൊണ്ട് മഹിയും കണ്ണേട്ടനും പോകുമല്ലോ, അത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണെന്ന് പറയുമ്പോൾ നീ ഇനി ഇങ്ങനെയൊന്നും പറയരുത് ലേഖേ, അവർ ഇത്രത്തോളം അനുകമ്പ നമ്മളോട് കാണിക്കുന്നില്ലേ, പോരാത്തതിന് ഇനി മഹിയുടെ കുഞ്ഞ് എപ്പോഴും നിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അവർ ഓഫീസിലോട്ട് പോകുമ്പോൾ ഇപ്പോഴും നിൻ്റെ അടുത്ത് കൊണ്ട് തന്നിട്ടല്ലേ പോകുള്ളൂ, അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കുന്നെല്ലാം ലേഖയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആനന്ദു. പിന്നീട് ലേഖയുടെ വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങുന്ന ജാനമ്മയോടായിട്ട് മരുമകൾ പറയുന്നുണ്ട്, വല്ലവരുടെ കുഞ്ഞിനെയും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട, അമ്മയുടെ സ്വന്തം കുഞ്ഞിനെ മാത്രം ഓർത്താൽ മതിയെന്ന് പറയുമ്പോൾ ജാനമ്മ പറയുന്നുണ്ട്, നിനക്കിതൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു, നിനക്കൊരു കുഞ്ഞില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിനക്കൊരു കുഞ്ഞിൻ്റെയും ഒരു അമ്മയുടെയും വിഷമം അറിയാത്തതെന്നെല്ലാം ജാനമ്മ പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം, ഇപ്പോൾ എനിക്ക് എൻ്റെ ഏട്ടൻ്റെ ജീവനാണ് വലുത്, അതുകൊണ്ട് അമ്മ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നെല്ലാം നിർബന്ധിച്ച് വിടുകയാണ് മരുമകൾ. പിന്നീട് ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങിയാണ് കണ്ണനും മഹിയും. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും കുറച്ച് നേരം കുഞ്ഞിനെ കാണണമെന്നെല്ലാം തോന്നുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയെന്നെല്ലാം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ലേഖ പറയുന്നുണ്ട്, പിന്നെ അത് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളാമെന്ന് പറയുന്നു. അങ്ങനെ മഹിയാണെങ്കിൽ കുഞ്ഞിനെ ലേഖയുടെ അടുത്തോട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ നല്ലപോലെ നോക്കിക്കേ ലേഖ, ഞാൻ പോയിട്ട് വരുന്നവരെ എൻ്റെ കുഞ്ഞ് നിൻ്റെ അടുത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ അങ്ങനെ പോകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ മഹിയും കണ്ണനും പോകുന്നത് ലേഖയും അനന്തും അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കുഞ്ഞിനെ നല്ല രീതിക്ക് തന്നെ കുളിപ്പിച്ച് നല്ല പൗഡറെല്ലാം ഇടിയിച്ച് ലേഖയാണെങ്കിൽ കുഞ്ഞിനെ ഒരുക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് നമ്മുടെ ജാനമ്മ വരുന്നുണ്ട്. ജാനമ്മ പറയുന്നുണ്ട്, മോൾ ഇത്ര പെട്ടെന്ന് കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ചോ എന്ന് ചോദിക്കുന്നു. അതേ ജാനമ്മയെ, ഞാൻ കുഞ്ഞിനെയെല്ലാം കുളിപ്പിച്ചു, ഇനി ജാനമ്മ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ മതിയെന്ന് പറയുന്നു. പിന്നീട് പ്രതാപനാണെങ്കിൽ ജാനമ്മയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ജാനമ്മയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി കാര്യങ്ങൾ, എൻ്റെ ആളാണെങ്കിൽ പുറത്ത് വന്ന് നിൽപ്പുണ്ട്, നിങ്ങളെല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ട് എന്നോട് പറയും, അപ്പോഴേക്ക് അവനാണെങ്കിൽ വന്നെടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളും എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ജാനമ്മയ്ക്കാണെങ്കിൽ ചെറിയൊരു ഭയമുണ്ടാകുന്നുണ്ട്.
അങ്ങനെ ജാനമ്മയാണെങ്കിൽ കുഞ്ഞുറങ്ങുന്നത് പോയി നോക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ ഹോളിലോട്ടായിട്ട് കിടത്തുന്നു. അങ്ങനെ ജാനമ്മ പെട്ടെന്ന് തന്നെ പ്രതാപനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുഞ്ഞിനെ ഞാൻ ഹോളിലോട്ട് കിടത്തിയിട്ടുണ്ട്, ഇനി വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയുന്നു. അതേസമയം പ്രതാപൻ പറഞ്ഞു വെച്ചിരുന്ന ആളാണെങ്കിൽ അവരുടെ വീട്ടിലോട്ടായിട്ട് ചെല്ലുന്നു. അങ്ങനെ അകത്ത് കയറി ആരുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ജാനമ്മയാണെങ്കിൽ ആകെ വിഷമിച്ച് തന്നെ നിൽക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അയാൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ഇതെല്ലാം സിദ്ധയായ അമ്മയ്ക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ മാർക്കോനോട് പറയുന്നുണ്ട്, കുഞ്ഞിനെ ആരോ അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തണമെന്ന് പറയുന്നു. ഇതേസമയം മാർക്കോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന സീനെല്ലാം കാണുമ്പോഴേക്കും ജാനമ്മയ്ക്കാണെങ്കിൽ ആകെ നെഞ്ചു പൊട്ടുന്ന വേദനയാണ് ഉണ്ടാകുന്നത്. ജാനമ്മ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ മഹാപാപം ചെയ്ത എന്നോട് ക്ഷമിക്കണേ ദൈവമേ, എൻ്റെ ഗതികേട് കൊണ്ടാണ് എനിക്കിതെല്ലാം ചെയ്യേണ്ടി വന്നത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.